വിശുദ്ധ അന്നയുടെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തെ സംബന്ധിച്ച അമ്പരിപ്പിക്കുന്ന ചില സാമ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇരുവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു മാലാഖ തന്നെയാണ്, ഗബ്രിയേൽ മാലാഖ. പരിശുദ്ധയായ മകളെ പ്രസവിക്കുമെന്ന് അന്നയോട് അറിയിച്ച ഗബ്രിയേൽ മാലാഖ തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത പരിശുദ്ധ അമ്മയെ അറിയിക്കുന്നത്. അങ്ങനെ രണ്ടുപേരുടെയും ജീവിതത്തിൽ മംഗളവാർത്ത അറിയിക്കുന്ന സുപ്രധാന മാലാഖയായി ഗബ്രിയേൽ മാറുന്നു. പക്ഷേ അന്നയെ അറിയിച്ച സദ്വാർത്തയെ നാം മംഗളവാർത്തയെന്ന് വിശേഷിപ്പിക്കുന്നില്ല എന്ന് മാത്രം. അതെന്തായാലും ഒരു കുഞ്ഞ് ജനിക്കുന്ന വാർത്ത മംഗളവാർത്ത അല്ലാതെ വരുന്നില്ലല്ലോ. അന്നയ്ക്ക് 24-ഉം യോവാക്യമിന് 42 വയസ്സുള്ളപ്പോഴായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹശേഷമാണ് ഇരുവരും നസ്രത്തിലേക്ക് വന്നത്. നീതിനിഷ്ഠരും ദൈവഭക്തരുമായ ദമ്പതികളായിരുന്നു അവർ. പക്ഷേ 20 വർഷം കാത്തിരുന്നിട്ടും ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് പിറന്നിരുന്നില്ല. തന്മൂലം അവർ അത്യധികം ദുഃഖിതരും സമൂഹത്തിനു മുന്നിൽ അപമാനിതരുമായി. കുഞ്ഞുങ്ങളുണ്ടാകാത്തത് ദൈവശാപമായി കരുതുന്ന ഒരു മനോഭാവം ഇക്കാലത്തും ഉണ്ടെന്ന് ഓർക്കണം. പക്ഷേ ദൈവഭക്തർക്കും ചില കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ് യോവാക്യമിന്റെയും അന്നയുടെയും ജീവിത കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.